ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. ഓണമൊക്കെ വരുന്ന കാരണം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ സ്റ്റൈലാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് കാണാം, വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഹെയർ സ്റ്റൈൽ ഇതാണ്. ആദ്യം നന്നായി ഹെയറിനെ കോംബ് ചെയ്ത് എടുക്കണം. കോംബ് ചെയ്ത് എടുത്തിട്ട് നമുക്ക് ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഫ്രണ്ടിലത്തെ ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ബാക്ക് ഹെയർ നമുക്ക് ജസ്റ്റ് ഒരു പോണിറ്റൈലാണ് കെട്ടേണ്ടത്. നമുക്ക് പോണിറ്റൈൽ കെട്ടിയിട്ട് ഒരു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ജസ്റ്റ് റബ്ബർ ചെയ്യാനാണ്. യെസ്, നമ്മളൊരു പോണി കെട്ടി കഴിഞ്ഞു. നമുക്ക് നമുക്ക് ഈ ഹെയർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഡിവൈഡ് ചെയ്ത ഹെയർ ലെന്ത് ഒരു ഹെയർ എടുത്തിട്ട് നമുക്ക് രണ്ട് ലെയറായിട്ട് ഡിവൈഡ് ചെയ്യണം റിട്ടേൺ. നമുക്കത് ഡിവൈഡ് ചെയ്തിട്ട് നമുക്കത് ട്വിസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. യെസ്, ഇനി ഈ ഹെയർ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ജസ്റ്റ് ഇത് ഹെയറിൻ്റെ പോണി കെട്ടിയ ഒരു ഭാഗത്ത് റൗണ്ട് ചെയ്യാണ്. നമുക്ക് ഈ ഹെയർ യുപിന്ന് വെച്ച് സെക്യൂർ ചെയ്യാണ്. ഈ ഒരു ഹെയർ നമുക്ക് ഫുള്ളി റൗണ്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു യുപിന്നും കൂടി എടുത്ത് നമുക്ക് അവിടെ കൂടി സെക്യൂർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് ഹെയറിൻ്റെ ലെവലിലേക്ക് പോവാം. നെക്സ്റ്റ് ലെയർ ഹെയറിൻ്റെ ലെവൽ നമുക്ക് റിട്ടേൺ ഇതുപോലെ തന്നെ ഒരു ട്വിസ്റ്റ് ചെയ്യാൻ പോവാണ് നമ്മൾ ഈ നെക്സ്റ്റ് ലെയർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നെക്സ്റ്റ് ലെയർ ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്യാണ്. ട്വിസ്റ്റ് ചെയ്തിട്ട് ഇത് ചെയ്ത ഹെയർ സ്റ്റൈലിൻ്റെ മുകളിൽ തന്നെ റൗണ്ട് ചെയ്യാനാണ്. നമ്മളവിടെ ഒരു സ്ലൈഡ് ചെയ്യാണ് സൈഡിൽ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ബാലൻസ് ഉള്ള എഡ്ജസ് നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് അത് റിട്ടേൺ യുപിന്ന് വെച്ച് തന്നെ സെക്യൂർ ചെയ്യാം നമുക്ക്. അങ്ങനെ നമ്മുടെ ബാക്ക് ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്യാം. ഫ്രണ്ടും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏകദേശം ട്വിസ്റ്റിംഗ് തന്നെയാണ്. നമുക്ക് ഫ്രണ്ട് എങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് കാണാം. ഈ ഒരു ഹെയറും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇതുപോലെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഓരോ ലെയറും ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫ്രണ്ട് ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാലൻസ് ഹെയർ നമുക്ക് ട്വിസ്റ്റ് ചെയ്തിട്ട് ബൺ സ്റ്റൈലിൻ്റെ മുകളിൽ കൂടെ തന്നെ റൗണ്ട് ചെയ്തിട്ട് സ്ലൈഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെയർ സ്റ്റൈൽ കംപ്ലീറ്റ് ആയതുകൊണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയൊരു ആക്സസറീസും കൂടി വെക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയൊരു ഗോൾഡൻ്റെ ആക്സസറീസാണ് നമ്മൾ വെക്കുന്നത്. ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈലിൻ്റെ ഫൈനൽ ലുക്ക്. ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു, ബൈ ബൈ.